മുഴുവൻ മണ്ഡലങ്ങളും വിജയിച്ചുകൊണ്ട് മലപ്പുറം ഇത്തവണ തൂത്തുവാരുമെന്നാണ് UDF ക്യാമ്പിന്റെ വാദം. 7-ലധികം സീറ്റുകൾ നേടുന്നില മെച്ചപ്പെടുത്തുമെന്ന് LDF നേതാക്കൾ പറയുകയും ചെയ്യുന്നു. മിക്ക മണ്ഡലങ്ങളിലും ഇത്തവണ വോട്ട് വർദ്ധിപ്പിക്കുമെന്നാണ് NDA പറയുന്നത്. മുബഷിർ P. അക്ബർ ചേരുകയാണ്. മുബഷിർ, ഏറ്റവും കൂടുതൽ നിയമസഭാ മണ്ഡലങ്ങളുള്ള ജില്ലയാണ്. 16-ൽ കഴിഞ്ഞ തവണ 4 മണ്ഡലങ്ങൾ നേടിയെടുക്കാൻ LDFന് സാധിച്ചു. ഇത്തവണ അത് നിലനിർത്താൻ സാധിക്കുമോ, അതോ 16-ൽ 16 UDF കൊണ്ടുപോകും? കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കണ്ടതിലും മികച്ച പ്രകടനമായിരിക്കും മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് ഇത്തവണ UDFന്റെ ഭാഗത്തുണ്ടാകുക എന്നുള്ളതാണ് UDF നേതാക്കളുടെ അവകാശവാദം. മുസ്ലിം ലീഗ് മത്സരിച്ച 12 മണ്ഡലങ്ങളിലും മികച്ച ഭൂരിപക്ഷത്തോടുകൂടി സ്ഥാനാർത്ഥികൾ വിജയിച്ചു വരും. കഴിഞ്ഞ തവണ കൈവിട്ട ലീഗിന്റെ താനൂർ മണ്ഡലം ഉൾപ്പെടെ PK നവാസിലൂടെ അവർ തിരിച്ചുപിടിക്കുമെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ നിലമ്പൂരും വണ്ടൂരും മികച്ച വിജയത്തോടൊപ്പം തന്നെ തവനൂരും പൊന്നാനിയും കോൺഗ്രസ് ഇത്തവണ പിടിച്ചെടുക്കുമെന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കളുടെ വാദം. തവനൂരിൽ KT ജലീലിനെ VS ജോയി വലിയ ഭൂരിപക്ഷത്തിലായിരിക്കും പരാജയപ്പെടുത്തുക. മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ഒരു ഭാഗത്ത് LDF പറയുന്നു, അതായത് വേങ്ങരയിലും ഈ പെരിന്തൽമണ്ണയിലും മങ്കടയിലും ഉൾപ്പെടെ വലിയ മത്സരം നടന്നു എന്ന് പറയപ്പെടുന്ന മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ മൃഗീയ ഭൂരിപക്ഷത്തിൽ ലീഗ് സ്ഥാനാർത്ഥികൾ വിജയിച്ചു കയറുമെന്നുള്ളതാണ് UDF ക്യാമ്പിന്റെ ആത്മവിശ്വാസം. മറുഭാഗത്തെ ഏകദേശം 7-ലധികം സീറ്റുകൾ നേടുമെന്ന അവകാശവാദമാണ് LDF ക്യാമ്പ് ഉന്നയിക്കുന്നത്. ഇത്തവണയും ഇടത് സ്വതന്ത്ര പരീക്ഷണം വിജയം കാണും. താനൂരിൽ നിന്നും മന്ത്രി V. അബ്ദുറഹിമാൻ മാറി തിരൂരിലേക്ക് മത്സരിച്ചത് ഗുണം ചെയ്തിട്ടുണ്ട്. മന്ത്രി തിരൂരിൽ വിജയിക്കും. താനൂരിനെ സംബന്ധിച്ച് സമീർ വിജയിക്കും. വള്ളിക്കുന്നിൽ ഉൾപ്പെടെ മികച്ച മത്സരം തന്നെയാണ് സ്ഥാനാർത്ഥി കാഴ്ചവെച്ചിട്ടുള്ളത്. നിലമ്പൂരിലും പെരിന്തൽമണ്ണയിലും വലിയ തേരോട്ടം ഉണ്ടാകുമെന്നുള്ളതാണ് LDF ക്യാമ്പിന്റെയും അവകാശവാദം. അതോടൊപ്പം തന്നെ NDA പല മണ്ഡലങ്ങളിലും വോട്ട് വർദ്ധിപ്പിക്കുമെന്ന ആത്മവിശ്വാസവും ഈ ഘട്ടത്തിൽ പ്രകടിപ്പിക്കുന്നുണ്ട്. ശരി, മുബഷിറാണ് വിവരങ്ങൾ നൽകിയത്. ഒരു അനുകൂല തരംഗമുണ്ടെങ്കിൽ 16-ൽ 16 സീറ്റുകളും തങ്ങൾക്ക് അനുകൂലമായി വിധി എഴുതുമെന്നാണ് UDF ക്യാമ്പിന്റെ പ്രതീക്ഷ.